ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് വലിയ ക്ഷീണമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത്. നാശനഷ്ടങ്ങളുടെ കണക്ക് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതിനിടയിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ വിഷയം ചില്ലറയൊന്നുമല്ല പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബലൂചിസ്ഥാനിലെ റെക്കോ ഡി ഖനിയുടെ വികസനത്തിനായി $100 ദശലക്ഷം വായ്പാ അപേക്ഷയുമായി പാകിസ്ഥാൻ അമേരിക്കയെ സമീപിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ്. അമേരിക്കയിലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിലാണ് പാകിസ്ഥാൻ അപേക്ഷ സമർപ്പിച്ചത്. ചെമ്പ് സ്വർണ്ണ ഖനിയിൽ സംസ്കരണ പ്ലാന്റും സംഭരണത്തിനുള്ള സൗകര്യവും വൈദ്യുതി ഉൽപാദനവും ഗതാഗതത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാനാണ് ശ്രമം. പണത്തിന് പുറമെ എഞ്ചിനീയറിംഗ്, സംഭരണം, നിർമ്മാണ മാനേജ്മെന്റ് സേവനങ്ങൾ, മൈനിങ് ട്രക്കുകൾ, ഫീഡറുകൾ, ഗ്രൈൻഡറുകൾ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയും പാകിസ്ഥാൻ അമേരിക്കയോട് ചോദിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. ഇത് സംബന്ധിച്ച വാർത്തയോട് പ്രതികരിച്ച മുൻ US ട്രഷറി സെക്രട്ടറി ഇവാൻ എ പറഞ്ഞത് ചൈനയുടെ അനുഭവം ചൂണ്ടിക്കാട്ടി അപേക്ഷയെ പരിഹസിച്ചു എന്നാണ്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ ചൈന പാഴാക്കി കളഞ്ഞ അത്രയും പണം ഇനി അമേരിക്കയ്ക്കും പാകിസ്ഥാന് വേണ്ടി നഷ്ടപ്പെടുത്താൻ ശ്രമിക്കാമെന്നായിരുന്നു പരിഹാസം വന്നത്. അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാൻ ക്രൂഡ് ഓയിൽ വാങ്ങാൻ തീരുമാനിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കിയിരുന്നു. ഇത് പ്രകാരം അമേരിക്കയിൽ നിന്നുള്ള ആദ്യ ക്രൂഡ് ഓയിൽ ഷിപ്മെന്റ് ഈ വർഷാവസാനം പാകിസ്ഥാനിൽ എത്തുമെന്നാണ് ട്രംപ് അറിയിച്ചത്. ഇതിന് പിന്നാലെ പാകിസ്ഥാനിൽ എണ്ണ ശേഖരണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഭാവിയിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടി വരുമെന്നും ട്രംപ് പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ പാകിസ്ഥാനിൽ കണ്ടെത്തിയ അസംസ്കൃത എണ്ണ ശേഖരം 234 മുതൽ 353 ദശലക്ഷം ബാരൽ വരെയാണ്. ഇന്ത്യ ഇപ്പോൾ തന്നെ 4.8 ബില്യൺ ബാരൽ മുതൽ 5 ബില്യൺ ബാരൽ വരെ ക്രൂഡ് ഓയിൽ കയ്യിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ശേഖരത്തിന്റെ ആഗോള റാങ്കിങ്ങിൽ പാകിസ്ഥാൻ 50നും 55നും ഇടയിലാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 20-അടുത്താണ്. അതുകൊണ്ട് ട്രംപിന്റെ വിരട്ടൽ ഇന്ത്യയോട് വേണ്ട എന്ന നിലപാടിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അതേസമയം പാകിസ്ഥാനുമായി അമേരിക്ക കൂടുതൽ അടുക്കുകയാണ്. ഇന്ത്യക്കെതിരെ അമേരിക്ക അധിക തീരുവ ചുമത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അമേരിക്ക ബന്ധം ചെറിയ ഉലച്ചിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇന്ത്യ ഈ സാഹചര്യം മുതലെടുത്ത് കൂടുതൽ ചൈനയുമായും റഷ്യയുമായും ഒക്കെ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ചില കണക്കുകൂട്ടലോടുകൂടി മുന്നോട്ട് പോകുന്നു. അമേരിക്ക സഹായിക്കാൻ രംഗത്തിറങ്ങുമോ എന്ന ചോദ്യമാണ് മറ്റൊരു വശത്ത് നിൽക്കുന്നത്.